ഒരിക്കൽ ഞങ്ങള് ഈ ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയപ്പോൾ ഷാപ്പ് മേറ്റ്സ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തു. ഒരു ഷാപ്പിലെ പഴയ 15 വർഷം മുമ്പുള്ള കുടിയന്മാരെല്ലാം ആ ഷാപ്പിൽ വീണ്ടും ഒത്തുകൂടുന്നു എന്നൊക്കെ ഉള്ളത്, അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ വിഷയം. അപ്പൊ ഷാപ്പിൽ ഇതിന്റെ ഷൂട്ടിംഗ്, ഒറിജിനൽ ഒരു ഷാപ്പ് ഉച്ചവരെ റെന്റിന് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാണ്. എല്ലാവർക്കും കുടിക്കാൻ എന്തോ പാലും വെള്ളം എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഞങ്ങള് മറ്റേ ഷാപ്പിലെ ആളെ ചാക്കിട്ടിട്ട് മറ്റേത് ഇറക്കിയിട്ടുണ്ട്. 2 ഷോട്ട് കഴിഞ്ഞപ്പം ചേച്ചി വന്നിട്ട് ഉടനെ തന്നെ ഇതെന്താണ്, ആരാണ് കുടിക്കണമെന്ന് വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് കളഞ്ഞേ. അപ്പോ സുബീപ് ചാരപ്രവൃത്തി നടത്തുന്നത് അല്ലാതൊരു വഴി ഇതിനില്ല. ഈ ചാരപ്രവൃത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ സുബിയുടെ മറ്റൊരു ഗുണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പം പല സ്വഭാവക്കാരാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു 2-3 സ്റ്റേജൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളൊക്കെ പോയ ഷോയിൽ എനിക്ക് തോന്നുന്നത് എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ടിരുന്നത് സുബിയാണ്. ആരെന്തുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം മണിച്ചേരനൊക്കെ ആയിട്ട് പോയ ഷോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവളാണ് വരുന്നത്. എന്താണ് ചേട്ടാ മണിച്ചേട്ടൻ ഭയങ്കര വിഷമിച്ചിരിപ്പുണ്ടല്ലോ, എന്താ സംഭവം എന്താണ്? അപ്പോൾ നമ്മൾ പറയില്ല, പുള്ളി ഇങ്ങനെ ധർമ്മജൻ ഇങ്ങനെ സംഭവം പറഞ്ഞു, അപ്പോൾ മണിച്ചേട്ടൻ അത് ഇഷ്ടമില്ല, നിങ്ങൾ അങ്ങനെ ഇരിക്കലിങ്ങി വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് പോയിട്ട് മണിച്ചേട്ടൻ റൂമിൽ കൊണ്ടില്ല. ഈ കോംപ്രമൈസ് ചെയ്യിക്കുന്നതൊക്കെ സുബിയുടെ ഒരു വലിയ ഡ്യൂട്ടി ആയിരുന്നു, അവിടെ ഒരു ക്വാളിറ്റിയാണ്. കാര്യം ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ, കാര്യം എനിക്ക് തോന്നുന്നു അവർക്കറിയായിരിക്കും അത് ഷോയെ ബാധിക്കും. മൊത്തത്തിൽ നമ്മുടെ മൊത്തത്തിലുള്ളൊരു എനർജി ഡൗൺ ആകുമ്പം അത് കോംപ്രമൈസ് ചെയ്തെല്ലാം ഒന്ന് ടാലി നിർത്തുന്ന കാര്യത്തിൽ മിടുകയായിരുന്നു സുബി.